ഇന്ത്യയുടെ തണുത്ത പ്രദേശം ഏതാണ്ട് ചൂട് പിടിച്ച അവസ്ഥയിലാണ്. ലഡാക്കിലെ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഏതാണ്ട് അതിരുകടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിനം പ്രതിഷേധക്കാരും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഏതാണ്ട് 4 പേരാണ് കൊല്ലപ്പെട്ടത്. 22 പോലീസുകാർക്കുൾപ്പെടെ 70ഓളം പേർക്കാണ് സംഘർഷത്തിൽ പരിക്കേൽക്കുകയുണ്ടായത്. കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും നേരെ തീവയ്പുകൾ ഉണ്ടായി. BJPയുടെ ഓഫീസ് ഉൾപ്പെടെ സംഘർഷത്തിൽ അഗ്നിക്കിരയായി. പോലീസിന്റെ വെടിവെപ്പും കണ്ണീർ വാതക പ്രയോഗങ്ങളും കനത്തപ്പോൾ തന്നെയാണ് സംഘർഷങ്ങൾ അതിരുവിട്ടത്. ഇതോടെ ഭരണകൂടം ഈ പ്രദേശത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. ഈ പ്രക്ഷോഭങ്ങൾക്കൊക്കെ കാരണക്കാരൻ പരിസ്ഥിതി പ്രവർത്തകനും ശാസ്ത്രജ്ഞനുമായ 59-കാരൻ സോനം വാങ്ചുക് ആണെന്നാണ് കേന്ദ്ര സർക്കാർ മുദ്രകുത്തുന്നത്. ഒരു രാത്രി കൊണ്ടാണ് അദ്ദേഹം നക്സലൈറ്റും രാജ്യദ്രോഹിയുമൊക്കെയായി മാറിയത്. ഒന്നിലധികം സംഘടനകളുടെ സാരഥിയായ അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങളും പ്രസംഗങ്ങളും ഒക്കെ തന്നെയാണ് കേന്ദ്ര സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കുന്നതും. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ CBI അന്വേഷണം ഉൾപ്പെടെ ആരംഭിച്ചിട്ടുമുണ്ട്. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ വൻ ഗൂഢാലോചന എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ആരോപണം. ലഡാക്കിലെ പൗരന്മാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ പ്രദേശത്തിന്റെ ഉയർച്ചയ്ക്കായി കാലങ്ങളായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സോനം എന്നത് പലരും മറന്നുപോകുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ബാഹ്യശക്തികളുടെ പിന്തുണയിൽ ഉരുത്തിരിഞ്ഞതുമല്ല. ലഡാക്കിന്റെ മണ്ണും സംസ്കാരവും സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകിയ സർക്കാരിനെ പലതും ഓർമ്മപ്പെടുത്താൻ അദ്ദേഹം മുൻപും ഇത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ലഡാക്കിന്റെ സംരക്ഷണ സമരങ്ങളിൽ അദ്ദേഹം ഒരു സജീവ സാന്നിധ്യം തന്നെയായിരുന്നു. കാൽനട യാത്രകളും നിരാഹാര സമരങ്ങളും നടത്തി പല അന്യായങ്ങൾക്ക് എതിരെയും ശബ്ദമുയർത്തിയ വ്യക്തി. തൊഴിലില്ലായ്മയും ജനാധിപത്യ പങ്കാളിത്തമില്ലായ്മയും ലഡാക്കിലെ സ്ഥിതിഗതികൾ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒടുവിൽ ആ വാക്കുകളെല്ലാം സത്യമായി തന്നെ ഭവിച്ചു. കല്ലേറ്, വെടിവെപ്പ്, ലാത്തിയടി, കണ്ണീർ വാതകം, തീവെപ്പ്, വെടിവെപ്പ്, ഇങ്ങനെ പോകുന്നു കാര്യങ്ങൾ. ലഡാക്കിന് സംസ്ഥാന പദവിയും ഭരണഘടനയുടെ 6ാം പട്ടിക പ്രകാരമുള്ള പ്രത്യേക അവകാശങ്ങളും ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ അതിരുവിടുന്ന സ്ഥിതിയാണ് ഇന്നലെ കാണാനായത്. ഭരണഘടനയുടെ 370ാം വകുപ്പ് റദ്ദാക്കി ജമ്മു കാശ്മീരിനെ വിഭജിച്ച് ലഡാക്കിനെ കേന്ദ്ര ഭരണ പ്രദേശമാക്കിയപ്പോൾ തുടങ്ങിയ ആശയമാണ് ലഡാക്കിന് സംസ്ഥാന പദവി വേണമെന്നത്. എന്നാൽ ജമ്മുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സർക്കാർ തയ്യാറായതോടെയാണ് സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിന് ചൂട് പിടിച്ചത് എന്ന് മാത്രം. വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിച്ചിട്ടില്ല, FCRA ഘട്ടങ്ങൾ ലംഘിച്ചിട്ടില്ല എന്ന് സോനം പറയുമ്പോഴും എല്ലാ കുറ്റങ്ങളും അദ്ദേഹത്തിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കാനാണ് സർക്കാർ നീക്കം നടത്തുന്നതെന്നത് വ്യക്തമാണ്. പ്രശ്നങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമവും അണിയറയിൽ നടക്കുന്നുമുണ്ട്. നേപ്പാളിലെ ജെൻസി പ്രക്ഷോഭത്തിന്റെ പരിണിത ഫലം എന്തെന്ന് നാം കണ്ടതാണ്. ഇനി അടുത്ത കലാപം ഇന്ത്യയിൽ തന്നെ ആയിരിക്കുമോ എന്ന സംശയം തന്നെയാണ് ഇപ്പോൾ പ്രബലമാകുന്നതും.